അടുത്തതായി നിങ്ങളോട് സ്വാഗതം പറയാനായി ഒരുമയുടെ പ്രസിഡന്റ് സൈമൺ നീലങ്കാവിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് കുറച്ച് ഒരു ഡസനോളം കലാകാരന്മാരിവിടെ എത്തിയിട്ടുണ്ട്. അവരിവിടെ ഒരുക്കുന്ന സംഗീത ദിശ ആസ്വദിക്കുവാൻ നമ്മളൊക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുകയെന്ന വളരെ സന്തോഷകരമായ അതേ അവസരത്തിൽ നിങ്ങളുടെ കടമയും കൂടിയായിട്ടുള്ള ആ പരിപാടിയിലേക്ക് ഞാൻ കടക്കാം. നമുക്കറിയാം, ഒരുമയുടെ ആഭിമുഖ്യത്തിൽ നമ്മളിവിടെ നടത്തുന്ന രണ്ടാമത്തെ സ്റ്റേജ് പ്രോഗ്രാമാണ്. ഈ ഏതൊരു പ്രോഗ്രാമിൻ്റെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള വശം അതിൽ ആളുകൊണ്ടും അർത്ഥം കൊണ്ടും അവരെ സഹകരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരുമയുടെ പേരിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുമയെക്കുറിച്ച് ഒരേ ഒരു വാക്ക് വ്യക്തിയുടെയൊക്കെ പറഞ്ഞു എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അധികം കാലമായി തുടങ്ങിയ ഒരു പ്രസ്ഥാനമല്ല. വെറും 2 കൊല്ലം മാത്രമേ ഈ കലാ സാംസ്കാരിക സംഘടനയ്ക്ക് ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരൊക്കെ കൂടി രൂപം കൊടുത്തിട്ടായിരുന്നു. ആ 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ പരിപാടിയാണ്. ഇക്കൊല്ലം ഈ ചെറുപ്പക്കാരൊക്കെ കൂടിയിട്ട് കുറച്ച് പ്രായമുള്ള ചെറുപ്പക്കാർ കൂടി ഈ സംഘടനയിൽ വേണമെന്നും ഇതിൻ്റെ പ്രവർത്തന രംഗത്ത് വേണമെന്നും ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാനും അതുപോലെ തന്നെ സുഭാഷും അതുപോലെയുള്ള കുറച്ച് കൂട്ടർ ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകാൻ കാരണമായിട്ടുള്ളത്. ഈ സ്ഥാപനം ഇവിടെ വ്യക്തി സൂചിപ്പിച്ചു എന്നെനിക്ക് തോന്നുന്നു. 3 മലയാളം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ മലയാളം ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഭക്തിഗാനം ആരംഭിച്ചത്. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ഡാൻസ് സ്കൂളിലെ ടീച്ചറാണ് ഇവിടെ അവതരിപ്പിച്ച ആ ക്ലാസിക്കൽ നൃത്തം അഭ്യസിച്ചത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയപ്പോൾ പല അഭിപ്രായങ്ങളുണ്ടായി. നിങ്ങൾക്കൊക്കെ സന്തോഷകരമായ ഒരു വിരുന്നൊരുക്കാൻ ഈ കലാകാരന്മാർക്കൊക്കെ ആകുമെങ്കിൽ പോലും ഇങ്ങനെയുള്ള കുറച്ച് സാമ്പത്തിക ബാധ്യതയൊക്കെയുള്ള ഇങ്ങനെയുള്ളൊരു ഷോ നടത്തുവാൻ പറ്റിയ സമയമായിരുന്നു ഇത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം ഇവിടെ അടുത്തടുത്ത് 2-4 ഷോകൾ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇങ്ങനെയൊരു ഷോ കൂടി വന്നാൽ അത് സക്സസ് ആവൂ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ ആലോചിച്ചു, നമുക്ക് കുറച്ച് സ്പോൺസർമാരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരുടെ പിൻബലം എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പരിപാടി തീരുമാനിക്കാമെന്ന് ഉറച്ചു. വെറും 2 ദിവസം കൊണ്ട് 5-8 സ്പോൺസർമാരെ നമുക്ക് കിട്ടുകയും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പിൻബലം അവർ തരികയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയത് എന്നുള്ളത് ഞാൻ തുറന്നു പറയുകയാണ്. നമ്മുടെ മെഗാ സ്പോൺസർ മാത്യു തോമസ് ആണ്, നമ്മുടെ കുഞ്ഞുമോൻ. പിന്നെ ഗോൾഡൻ സ്പോൺസറായി രാജു അബ്രാഹമുണ്ട്. അതുപോലെ തന്നെ സതീശൻ ശിവദാസൻ, ഷെല്ലി ജോസ്, ജോർജ് ചാക്കോ, ജോസഫ് ചാക്കോ, രാജു ആർ സാം, പോൾ മോറിസ്, അതുപോലെ തന്നെ ഫിലിപ്പ് ചാത്തം, ഡോക്ടർ
ഫിലിപ്പ് ചാത്തൻ, ഇവരൊക്കെയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ സ്പോൺസർമാര്. അവർ തന്നിട്ടുള്ള പിൻബലത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ ഈ സാഹസത്തിന് മുതിർന്നതും. പക്ഷേ നിങ്ങളൊക്കെ ഞങ്ങളെ സമീപിച്ചപ്പോൾ യാതൊരു പരിഭവമോ പ്രയാസമോ ഇല്ലാതെ നിങ്ങളൊക്കെ ഞങ്ങളോട് സഹകരിച്ചു. ഞാൻ എല്ലാ സ്പോൺസർമാരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു വാക്കുകൂടി അവരെ കുറിച്ച് പറയുകയാണ്. കാരണം ഇവരൊക്കെ നമുക്ക് പിൻബലങ്ങൾ തരുന്നുണ്ടെങ്കിലും അവരൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണ്. കുഞ്ഞുമോനാണെങ്കിലും രാജുവാണെങ്കിലും അവരെ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരാണ്. അവർ വീടുകളിൽ മേടിക്കുന്നു, വിൽക്കുന്നു. അതുപോലെ തന്നെ ഷെല്ലി, ജോർജ് ചാക്കോ ഇവരൊക്കെ മറ്റ് സാമ്പത്തിക മേഖലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതുപോലെ സതീശൻ ഒരുപാട് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ റിച്ചു സാം ഇൻഷുറൻസ് ചെയ്യുന്ന ആളാണ്. അതുപോലെ ലോൺ ശരിയാക്കാൻ ജോസഫ് ചാക്കോ ഉണ്ട്. ഇവരോടൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള സഹകരണം ഇവരോട് കൂടി ചെയ്യുവാൻ നമുക്ക് ചുമതലയുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. ഈ ടിക്കറ്റ് എടുത്തിട്ട് ഈ മുമ്പിലിരിക്കുന്ന എല്ലാവരും തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ടിക്കറ്റ് കൊടുത്തിട്ടുള്ളവരല്ല. അതൊന്നും പ്രായോഗികവുമല്ല. അതുകൊണ്ട് നമ്മൾ ഈ ടിക്കറ്റ് വിൽക്കാൻ ഉപയോഗിക്കുന്ന മാർഗം നമ്മുടെ മലയാളികളൊക്കെ എവിടെ കൂടുന്നു അവിടെയൊക്കെ പോയി ടിക്കറ്റ് വിൽക്കാം. എല്ലാ പള്ളികളിലും എല്ലാ ആഴ്ചയും നമ്മുടെ ആൾക്കാർ കൂടും. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിലായാലും അവരുടെ സമൂഹത്തിലായാലും അവിടെയും കൂടും. നിങ്ങളുടെ സഹോദര സംഘടനകളുടെ പിക്നിക്കൊക്കെ നടത്തുമ്പോൾ അവിടെയും ആൾക്കാർ കൂടും. ഇവിടെയൊക്കെ പോയിട്ട് ടിക്കറ്റ് വിറ്റിട്ടാണ് നിങ്ങളെയൊക്കെ ഞങ്ങൾ ഈ ടിക്കറ്റ് വിൽക്കുവാനും നിങ്ങളെ കൂടേക്ക് ആകർഷിക്കുവാനൊക്കെ സാധിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ഉള്ള സഹകരണം നിങ്ങളോട് കാണിച്ച ബഹുമാനപ്പെട്ട വൈദികരെ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഓരോ സ്ഥാപനങ്ങളിലെയും കൈക്കാരന്മാർ മുതലായിട്ടുള്ള എല്ലാവരും, ഞാൻ ഓരോ അച്ഛന്മാരുടെ പേരും എടുത്തെടുത്ത് പറയുന്നില്ല. ഞങ്ങളുടെ കട്ടക്കിലച്ഛനുണ്ട്, നമ്മുടെ പോളച്ഛനുണ്ട്, അതുപോലെ തന്നെ മാർട്ടിനച്ഛൻ, പണിക്കരച്ഛൻ, സാബു അച്ഛൻ, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ഞാൻ ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ കരുതരുത്. നമ്മുടെ തഴക്കക്കുറവും പരിചയക്കുറവും ഒരു ചെറിയ പകർപ്പും പിന്നെ കുറച്ച് പ്രായം ഒക്കെ ഉള്ളത് കൊണ്ടാണ് ചിലതൊക്കെ മറന്നു പോകുന്നത്. ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം, ഈ ഒരുമയുടെ പേരിൽ സ്വാഗതം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം പറയും. ഈ അവസരത്തിനെയും അതുപോലെ തന്നെ ഉള്ള മറ്റുള്ളവരെയും ഒക്കെ അമേരിക്കയിലേക്കും കനഡയിലേക്കും സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ബിജു കാട്ടത്തറയാണ്. ബിജു ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ. അദ്ദേഹമാണ് ഇവിടേക്ക് 12 സ്റ്റേജാണ് അവർ ആകെ ചെയ്യുന്നത്. ഇതിനകം 7 or 8 സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ആ ബിജുവിനെ, അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയർ സ്റ്റാലിനെ, ഞാൻ എല്ലാവരുടെയും പേരിലേക്ക് ഈ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു ചെറിയ തിരുത്തു കൂടി ഞാനിവിടെ ചെയ്യാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇത് കഴിയുന്നതോടുകൂടി ഔസേപ്പച്ചൻ ടീമിനെ മൈക്ക് കൈമാറാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ കടമ നിർവഹിക്കാൻ എന്നെ അനുവദിക്കുക. നമ്മുടെ ഈ പരിപാടിയിലുള്ളത് ഔസേപ്പച്ചനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഔസേപ്പച്ചനെ കുറിച്ചിട്ട് രാജേഷും, ഔസേപ്പച്ചനെ കുറിച്ചല്ല എല്ലാ കലാകാരന്മാരെ കുറിച്ചും അവരുടെ അനൗൺസർ രാജേഷ് നിങ്ങളോട് വിവരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഔസേപ്പച്ചനുണ്ട്, പിന്നെ ഗായത്രിയുണ്ട്, നജീബ് അർഷാദുണ്ട്. നജീബ് അർഷാദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നത്, നമ്മുടെ റോസ്റ്ററിൽ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് വിവേകാനന്ദൻ്റെ ആയി. അതിൻ്റെ പ്രത്യേക കാരണം നമുക്ക് നജീബിനെ കിട്ടണമെന്നായിരുന്നു നിർബന്ധം. ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും നജീബിനെ തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ടായി. അദ്ദേഹം
വിസയ്ക്ക് ഒരു ഗ്രൂപ്പായിട്ട് ചെന്ന് അപേക്ഷിച്ചപ്പോഴുണ്ടായത് അദ്ദേഹത്തിൻ്റെ വിസ നിരോധിച്ചില്ല, എന്നാൽ പെൻഡിങ്ങിൽ വെച്ചു. 1-2 ആഴ്ച കാത്തിട്ടും കാണാണ്ടായപ്പോഴത്തേക്കും ബിജുവിനെ വിളിച്ചു. എന്താ ചങ്ങാതി ഇങ്ങനെ നടക്കണേ എന്ന് ചോദിച്ചപ്പോൾ പേടിക്കണ്ട, അദ്ദേഹത്തിന് പകരം സ്റ്റെപ്പിനിയായിട്ട് വിവേകാനന്ദനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിവേകാനന്ദൻ്റെ പേര് വെച്ച് അടിച്ചു കഴിഞ്ഞ് ഇതൊക്കെ വിതരണം ചെയ്തതിന് ശേഷമാണ് വിളിച്ചു പറയുന്നത് നജീബിന് വിസ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് വിൽക്കാൻ പോയപ്പോഴൊക്കെ ഞാൻ പ്രത്യേകിച്ച് പോയിടത്തൊക്കെ ഇതിൽ വിവരിച്ച് പറഞ്ഞിരുന്നു. അവരെല്ലാവരും സഹർഷം സ്വാഗതം ചെയ്തു. ഞങ്ങൾക്ക് നജീബിനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിവേകാനന്ദനെ മാറ്റി ഇന്നിവിടെ വന്നിരിക്കുന്നത് നജീബാണ്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ളതാണ് റീമ കല്ലിക്കൽ. ഇന്ന് മലയാളത്തിലും തമിഴിലും ഒക്കെ പ്രഗത്ഭയായിട്ടുള്ള നടിയാണ്, നല്ല ഡാൻസറാണ്. അവരെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സമയം നമ്മളിങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നത് 2 മണിക്കൂർ നേരം മ്യൂസിക്കും, അതുപോലെ തന്നെ 1/2 മണിക്കൂർ നേരം ഡാൻസും, 1/2 മണിക്കൂർ നേരം കോമഡിയും എന്നൊക്കെയുള്ള രീതിയിൽ 3 മണിക്കൂറിനാണ് ഈ പരിപാടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ കോമഡി അവതരിപ്പിക്കാൻ വരുന്നത് ബാബു ജോസ്, ബിജു ജോസ് എന്നിവരാണ്. പിന്നെ ഇവിടെ ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ വില്യം ഫ്രാൻസിസിൻ്റെ, അതുപോലെ തന്നെ എഞ്ചിനീയർ സ്റ്റാലിനുണ്ട്, മനീഷിൻ്റെ, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കാരണവശാലും നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നിങ്ങളുടെ ഒരുമയുടെ സ്നേഹപൂർവ്വമുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. താങ്ക് യു.